ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനിതാസ് വീട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ക്യാപ്സിക്കം കൊണ്ടുള്ള ഒരു വട ഉണ്ടാക്കി നോക്കാം. ഈവനിങ് സ്നാക്സായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വടയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ക്യാപ്സിക്കം എടുത്തിട്ട് നമുക്ക് കട്ടി കുറച്ച് വട്ടത്തിന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്കുള്ള ഈ അരിയുണ്ടല്ലോ, മുളകിൻ്റെ അരിയും നടുക്ക് വെള്ള കളറുള്ള അതൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ആക്കി എടുക്കണം. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് കടലമാവ് എടുക്കാം. ഇതിലേക്ക് കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് എടുക്കേണ്ടത്. നമുക്ക് സവാള കൂടുതലിടണമെങ്കിൽ അങ്ങനെ, കുറച്ച് മതിയെങ്കിൽ അങ്ങനെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് പച്ചമുളക് വട്ടത്തിന് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചുവന്ന മുളക് പൊടി ഇതിൽ ചേർക്കാം. അപ്പോൾ കുറച്ച് കളർഫുള്ളൊക്കെ ആയിരിക്കും. അതും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇടുമ്പോഴും കുറച്ച് ടേസ്റ്റ് വരും. ഞാനിപ്പോൾ മുളക് പൊടി ചേർത്തില്ല. ഇനി കുറച്ച് സോഡാപ്പൊടിയാണ് ഞാൻ ചേർത്തത്. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറച്ച് ചേർത്താൽ മതി. ദോശമാവിൻ്റെ അയവിലാണ് കലക്കിയെടുക്കേണ്ടത്. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. നമുക്ക് ദോശ മാവിൻ്റെ അളവുണ്ടല്ലോ, നമ്മൾ കലക്കിയെടുക്കുമ്പോൾ ഉള്ള ഒരു ലൂസ് ഉണ്ടാവും, ഇതുപോലെ കലക്കിയെടുത്താൽ മതി. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരുപാടൊന്നും ഒഴിക്കണ്ട. നമുക്ക് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കുന്നതല്ല ഇത്. കുറച്ച് വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ വട്ടത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ക്യാപ്സിക്കം അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ചെറുതായിട്ട് ഇതൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒരുപാട് കട്ടിക്കൊന്നും ഒഴിക്കണ്ട. ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്നത് വരെ ഒഴിച്ചാൽ മതി. ഒരുപാട് കട്ടിയായിട്ട് ഒഴിക്കാനും പാടില്ല, കുറഞ്ഞും പോകാനും പാടില്ല. എല്ലായിടത്തും മുട്ടണം. വേണ്ടോ ഇങ്ങനെ ഈ കണക്കിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ല, നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് കട്ടിയായാൽ അത് വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ കട്ടി കുറച്ച് മാവ് ഒഴിക്കാവൂന്ന് പറയുന്നത്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ട് അത് മൂത്തിട്ടുണ്ട് കണ്ടോ. ഇനി എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് നല്ല ബ്രൗൺ നിറം ആയില്ലെങ്കിൽ വീണ്ടും ഇതിൻ്റെ പുറത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് വേകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും ഇതിന്. അപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഈ വട സോസ് കൂട്ടി കഴിക്കുന്നതാണ് വളരെ ടേസ്റ്റ്. വെറുതെ കഴിക്കുന്നതിനെക്കാട്ടി സോസിൽ മുക്കി കഴിക്കണം. അപ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് അനുഭവപ്പെടും. ചായയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി വടയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ബെൽ ബട്ടനും അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.